സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖറ, പുണ്യനബിയെ വീട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമാണ്. ഭക്ഷണം കഴിക്കാനില്ല, കുടിക്കാൻ പാനീയങ്ങളില്ല, മക്കൾക്ക് വേണ്ട പോലെ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളില്ല, വീട് സൗകര്യമില്ല, വലിയ പ്രയാസത്തിലാണ് പുണ്യനബിയെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, എൻ്റെ മനുഷ്യ, എൻ്റെ സ്വഹാബി, നിങ്ങൾ ചെയ്യേണ്ടതൊരു കാര്യമാണ്. നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുക. നമ്മുടെ ഉമ്മമാരുണ്ടാകും, വീട്ടിൽ മക്കളുണ്ടാകും, ഭർത്താവുണ്ടാകും. ആരാണ് നമ്മുടെ വീട്ടിലുള്ളത്? ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞുകൊണ്ട് നീ കയറി ചെല്ലുക എന്ന സ്വഹാബിയോട് പുണ്യ റസൂൽ പറഞ്ഞു. അത് പ്രകാരം ആ സ്വഹാബി സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി തുടങ്ങി. ഇതു കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ സമ്പന്നനായി മാറിയെന്നും ഹദീസിൽ കാണാൻ കഴിയും. നമ്മൾ റോട്ടിലൂടെ എല്ലാവരോടും സലാം പറയും. ഈ ഖുർആൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ സ്ത്രീകൾ നിങ്ങൾ സലാം പറഞ്ഞു, പുരുഷന്മാരോട് സലാം പറഞ്ഞു, ഉസ്താദുമാരോട് സലാം പറഞ്ഞു, റോട്ടുകൂടുള്ള എല്ലാവരോടും നമ്മൾ സലാം പറയും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയാറുണ്ടോ? ആത്മാർത്ഥമായി സലാം പറയാറുണ്ടോ? വീട്ടിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ടാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്? എങ്കിൽ അവൻ്റെ ദാരിദ്ര്യം വീടുമെന്നല്ല, അവൻ്റെ വീടിൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് അർത്ഥം.